ഓക്കെ ബ്രോ ഓക്കെ ബ്രോ. കണ്ടാൽ എന്തായാലും സന്തോഷം. അതുകൊണ്ടാണ് സ്കൂളിലോട്ട് പടം അതാണ് ഓട്ട മത്സരമാണ്. ഞാൻ പെട്ടെന്ന് എന്താ സ്കൂളിട്ടാന്ന് ചോദിച്ചു മനസ്സിലാക്കണ്ടെന്ന് പോയി. തമിഴ് ഗ്യാങ്ങാണെന്ന് പറഞ്ഞത്. നമുക്ക് ആരും പേടില്ല ബ്രോ. നമ്മൾ ആരാണ് ഇന്നലെ അടിക്കും. തിരിച്ചടിക്കും. അതാണ് പണ്ട് അങ്ങനെയായിരുന്നല്ലേ ശീലം. ഈ ഗ്യാങ്ങാണെ നമ്മളെ ഗ്യാങ്ങാണല്ലേ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കും. ലാംഗ്വേജ് ഒക്കെ നമുക്ക് അടിക്കൊക്കെ ഒറ്റ ലാംഗ്വേജ് ആണ് ബ്രോ. അടിക്കൊക്കെ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഏത് ലാംഗ്വേജ് ഒന്നും വേണ്ട ഇവിടെ. ഇത് വാമ്പേസ് എനിക്കറിയാം. ഇവന്മാരെ മാത്രം അടിക്കാൻ വേണ്ടി അവിടെ കയറിയിട്ടാ. എന്താടാ നമ്മളെ മുതുകിലുണ്ട്. നാളെ വെടി വെച്ചിട്ട് തല വരയ്ക്കുന്ന അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കുമ്പോ ഇവിടുത്തെ മുതുക്കിന് സാധനം സിഗ്നൽ അടിച്ചാൽ വരും ടിവിയുടെ. ഇവന്മാര് നമ്മളെ കളറായിപ്പോയി അല്ലേ. ഇതേതാണ് ഈ പച്ച പച്ച ഇതേതാണ് നീല ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു പോലെ. ഹലോ ബ്രോ. ഹലോ 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 ബ്രോ ഏതാ നിങ്ങളെ ഗ്യാങ് ഏതാണ്? G13 അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. സർക്കണ്ട ലീഡർ ആരാണ് നിങ്ങളെ? അതെ അതെ ഞാനല്ലേ ഇപ്പൊ ഉമ്മുക്കുൽ ചേച്ചിനെ കണ്ട് ഓക്കെ ഇവരെല്ലാരും ട്രൈ ചെയ്യാൻ പോയപ്പോ അറിയാണ്ട് വേണ്ട പോക്ക് കേസാണെന്ന് പറഞ്ഞു പോയി. അറിയാണ്ട് ആയത് വന്നു പോയതാ. അതെ സത്യം പറയാ അറിയാണ്ട് വന്നു പോയതാ. അത് ഞാൻ സോറി പറഞ്ഞു. പക്ഷെ പറയണേ സീനാക്കണ്ടെന്ന് പറയണോന്ന്. ഹലോ മുകുൽസോ. ഹലോ മറ്റേ ഇവരെന്തോ റോങ് ആയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു കേട്ടെ. അവൻ അറിയാണ്ട് പറഞ്ഞ സോറി പറഞ്ഞിട്ടുണ്ടാന്ന് പറഞ്ഞിട്ടൊക്കെ വിട്ട് ഞാൻ വിട്ടോണ്ട് വേണ്ട കുഴപ്പമില്ല ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ അടുത്ത് സ്ലിപ്പ് ആവുമ്പോ നോക്കി സ്ലിപ്പ് ആവാൻ പറഞ്ഞു. ഹലോ ഹലോ അത് വിട്ടെന്ന് പറഞ്ഞ അവർക്ക് ഇച്ചിരി വിഷമായിട്ടുണ്ട് മനസ്സിലായി. അതാണ് അത് ആ രീതിയിലല്ല പറഞ്ഞു. നീ വരുന്നതിനോട് നമുക്ക് സംസാരിച്ചിട്ട് അവിടെ ഫുൾ ക്രൗഡാണ്. അതൊക്കെ മാറ്റാം. ഹലോ ഹലോ നമുക്ക് ഒന്ന് വരുമോ? സോറി ചേച്ചി സത്യം പറയാതെ ടങ് സ്ലിപ്പിൽ വീണോ. അതാ ഞാനത് മനഃപൂർവ്വം ഒന്നും പറഞ്ഞതല്ല. അത് കാരണം പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നത്. അത് ഞാൻ സത്യമായിട്ട് മനഃപൂർവ്വം പറഞ്ഞതല്ല. എനിക്ക് അറിയാം അത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിരുന്നെന്ന്. അത് കാരണം പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാത്തത്. സത്യം പറയുകയാണെങ്കിൽ ആ രീതിയിലല്ല പറഞ്ഞത്. വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ റിയലി സോറി. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അത് സത്യം പറയാൻ. ചേച്ചി സോറി ചേച്ചി ഇപ്പൊ പ്ലീസ്. അത് ഞാൻ ജെന്വൻലി ആ ഒരു രീതിയിൽ പറഞ്ഞതല്ല. അത് കാരണം സോറി ചേച്ചി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജെന്വൻലി സോറി. ഞാൻ ആ ഒരു രീതിയിൽ ഒരിക്കലും അവനായിട്ട് തോന്നിട്ടൊന്ന് സോറി പറഞ്ഞു. അതില് ഷോകയെന്ന് അറിയാം. നല്ല ഷോകയെന്ന് അറിയാം. എന്നാലും ഫോട്ടോ നീ ആണെങ്കിൽ കുറച്ചു നേരം വേണമെങ്കിൽ സിറ്റിന്ന് ഇറങ്ങിക്കോ. മൈൻഡ് ഒക്കെ ആയിട്ട് വന്നാൽ ഇവിടെ മൈൻഡ് ഒക്കെ ആയിട്ടോ. നീന്റെ സൗണ്ടൊക്കെ ആകെ ഷോക ആയിട്ടിരിക്കുന്നു പറഞ്ഞു. അമ്പത്തൂരാണ് എല്ലാത്തിനും പറഞ്ഞു. അപ്പൊ ശരി. സംഭവം വേറെ ഒന്നുമില്ല. ആൾക്ക് വല്ല വിഷമം കരയുമായിരുന്നു. പോട്ടെ സീനില്ല.
ഇല്ല നീ സോറി പറഞ്ഞല്ലോ കുഴപ്പമില്ല ആൾക്കത് മനസ്സിലായി കുറച്ച് ടൈം എടുക്കും. അത് ഭയങ്കര ശോകം ഫീൽ ആയിരിക്കും ചെക്കോ. ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്. ഇല്ല നിനക്ക് ആ ഒരു മൈൻഡ് വന്നല്ലോ ചെയ്തത് നിനക്ക് പറഞ്ഞത് മിസ്റ്റേക്ക് ആണ്. നിനക്ക് സിൻസിയർ ആയിട്ട് സോറി പറയാൻ തോന്നിയില്ലേ? സമയത്ത് തന്നെ മനസ്സിലായി എനിക്ക്. അതായിരുന്നു പിന്നെ ആള് എത്രയൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു കേട്ടില്ല. മനസ്സിലായില്ല. അത് ആൾക്ക് കുറച്ച് ടൈം വേണ്ടി വരും. മനസ്സിലായി പെട്ടെന്ന് ശോകവും ടൈം എടുക്കും. ഓക്കെ നിനക്ക് എന്തായാലും സിൻസിയർ ആയിട്ട് സോറി പറയാൻ തോന്നില്ല. അത് തന്നെ വലിയ കാര്യം. ശരിയാണ് ശരി. അത് പറഞ്ഞപ്പോളാ നിങ്ങളൊക്കെ എപ്പോഴായിരിക്കും ഫ്രീ? നമ്മള് നാളെ ആയിരിക്കും. നാളെ ആയിരിക്കടാ. നമ്മളിത് കേറി റോളൊക്കെ മേടിച്ചു. ബട്ട് നാളെ നമ്മള് ഗ്യാങ് ഹൗസ് ഇതുവരെ കേറിയിട്ടില്ല. നാളെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഗ്യാങ് ഹൗസ് കയറാനാണ് പ്ലാൻ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ കാഫർ കഴിക്കും. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ ഓക്കെ. ഞാൻ മറ്റന്നാൾ ഞാൻ വരാം. ഒരു 15-ാം തീയതി ഒരു ഇവന്റ് ആയിരുന്നു. അതിന് ഒരു ഫോമിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. സെറ്റ്. അപ്പൊ നാളെ കഴിഞ്ഞിട്ട് വന്നാൽ സെറ്റ്. ശരിയാണ്. ഓക്കെ. എന്റെ പേര് ലൂസിഫർ എടപ്പള്ളി.